അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ആഘോഷം കൂടി. ദേ ഇത് കണ്ടില്ലേ, നമ്മുടെ കിച്ചണയുടെ ഋതുമതി ആഘോഷമാണ് ഇന്ന്. അങ്ങനെ കിച്ചണ വുമൺഹുഡിലേക്ക് കാലെടുത്ത് വെച്ച് നമുക്ക് ഈ ചടങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. അത് അവളുടെ സന്തോഷമാണ്, കൂടെ നമ്മളുടെയും. നമ്മുടെ വീട്ടിലെ ഓരോ വിശേഷങ്ങളും നമുക്ക് വലിയ ആഘോഷങ്ങളാണ്. അതിനേക്കാളേറെ അതൊരു വലിയ ഓർമ്മയും കൂടാണ്. അങ്ങനെ നമ്മൾ കിച്ചണനെ കൊണ്ടിരുത്തിയിട്ട് മാമനും മാമിയും കൂടെ ചേർന്ന് കടങ്ങളെല്ലാം തുടക്കം കുറിച്ച്. ഇതൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നത്. മഞ്ഞൾ തേച്ച് പുണ്യാൻ തളിച്ച് കടലിലെ വെള്ളം തളിച്ച് അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ. നമ്മുടെ വീട്ടിലെ ഓരോ ചെറുതും വലുതുമായ ആഘോഷങ്ങൾ നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ബിഗ് ബോസ് വീടാണ്. പലയിടത്തു നിന്നും പല ആളുകളും ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു വീട്. ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒത്തുകൂടും. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് വന്ന് കിച്ചണിലേക്ക് മഞ്ഞളൊക്കെ തേച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് വീഡിയോസിൽ കണ്ടിട്ടുള്ളതല്ലാതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നത് ആദ്യമായിട്ടാണ്. അത് നമ്മുടെ കിച്ചണേടത്. പിന്നെ ദേ ഓരോന്നും ഇങ്ങനെ ഒഴിച്ചിട്ട് അവൾ ഫ്രഷ് ആയിട്ട് റെഡി ആവാൻ വേണ്ടി പോയി. അപ്പോഴേക്കും നമ്മൾ നിലവിളക്കൊക്കെ ഒരുക്കി സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്ത്. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള ഋതുമതി കല്യാണം. അങ്ങനെ കിച്ചണ ഒരുങ്ങി സുന്ദരിയായിട്ട് വന്ന് ഇനി മധുരം കൊടുപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കിച്ചണനെ ഹാരമൊക്കെ ഇടിച്ച് ഇരുത്തിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ ഓരോന്നായിട്ട് കൊടുത്ത്. ഇങ്ങനത്തെ ആഘോഷങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ആഘോഷിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഒട്ടുമിക്ക ഇത് ആഘോഷിക്കാറുണ്ട്. അങ്ങനെ അവക്കായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റുകളെല്ലാം കിച്ചണയുടെ കൊടുത്ത് പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് നമുക്ക് മധുരം കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ വളകാപ്പിനും ഹൽദിക്കും ഒക്കെ സ്വീറ്റ്സ് കൊടുക്കൂലേ, അതുപോലെ ഈ ലഡുവും ജിലേബിയോ കൊടുക്കുന്ന കണ്ടപ്പോഴത്തേന് പണ്ട് ഞാൻ ദുവേനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ നമ്മൾ നടത്തിയ വളകാപ്പ് ആഘോഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. ചടങ്ങൊക്കെ തീർന്ന് ഇനി ശിവമാമന്റെ സ്പെഷ്യൽ ദം ബിരിയാണിയുടെ ടൈമാണ്. മാമന്റെ ബിരിയാണിക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ എന്ത് ആഘോഷമാണെങ്കിലും ബിരിയാണി ആണെങ്കിൽ അത് ശിവമാമ മാത്രമേ വെക്കുള്ളൂ. ചടങ്ങ് പെട്ടെന്ന് അവസാനിച്ചെങ്കിലും ഈ ഒരു ചടങ്ങ് നടക്കാൻ വേണ്ടി ഓരോരുത്തരും എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾക്ക് എല്ലാവരും ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന സന്തോഷവും. നമ്മുടെ ഫാമിലിയിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇങ്ങനെ കാര്യത്തിലെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഏജാണ്, ഒരു മനസ്സുമാണ്.